അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണ ഉപദേശം ആണ് ഇന്ന് നമ്മൾ രാമായണത്തിൻ്റെ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 18ാമത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അടുത്ത വീഡിയോ തുടങ്ങുകയാണ്. കൗസല്യ മാതാവിൻ്റെ സങ്കടം കണ്ട ലക്ഷ്മണൻ കോപാഗ്നിയിൽ ജ്വലിച്ചു. അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ആദർശാത്മകമായ തത്വ ഉപദേശങ്ങളിലൂടെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നതാണ് ലക്ഷ്മണ ഉപദേശം എന്ന പേരിൽ രാമായണത്തിൽ സൂചിതമായിരിക്കുന്ന ഭാഗം. അപ്പോൾ എന്താണ്? ലക്ഷ്മണ കുഞ്ഞേ, നിൻ്റെ മനസ്സിലെ മത്സരബുദ്ധി കളഞ്ഞ് ഞാൻ പറയുന്നത് നീ കേൾക്കുക എന്ന് ആരുപദേശിക്കുന്നു? ശ്രീരാമൻ ഉപദേശിക്കുന്നു. നിനക്ക് എന്നോടുള്ളതുപോലെ സ്നേഹം മറ്റാരോടുമില്ല എന്ന് എനിക്ക് അറിയാം. അപ്പം അസാധ്യമായതൊന്നും നിന്നിൽ ഇല്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നിനക്ക് ഈ ലോകത്ത് ഏത് കാര്യവും സാധ്യമാക്കുവാൻ നീ പ്രാപ്തനാണ് എന്ന് ആര് ഉപദേശിക്കുന്നു? ശ്രീരാമൻ തൻ്റെ അനുജനെ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. നിനക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സാധ്യമാണ്, എങ്കിലും എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുക, കേൾക്കുക. എന്താണ്? ഇക്കാണുന്ന ലോകവും രാജ്യവും ശരീരവും ധാന്യാദികളും എല്ലാം സത്യമാണെങ്കിൽ നിൻ്റെ പ്രവൃത്തിയും സത്യമാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിലോ ഇതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ഇക്കാണുന്ന ലൗകിക സുഖങ്ങളെല്ലാം മിന്നൽ പോലെ മറയുന്നവയും നശിക്കുന്നവയുമാണ് എന്ന് സാരം എന്ന് നീ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ആയുസ്സും. അപ്പം ആയുസ്സും വേഗത്തിൽ നശിക്കുന്നതാണ്, ആയുസ്സും നശ്വരമാണ്. ചുട്ടുപഴുത്ത ഇരുമ്പിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെയാണ് മനുഷ്യജന്മം എന്ന് ശ്രീരാമദേവൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. അപ്പം പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ആഹാരത്തിനായി വാ പിളർക്കുന്നത് പോലെ, വാ പിളർക്കുക സ്വാഭാവികമാണ്. കാര്യം അതിൻ്റെ വിശപ്പിനെ സഹിക്കാനാവാതെ അപ്പോഴത് എവിടെ ഇരിക്കുന്നത് എന്ന് പോലും പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അതിനത് മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രയോജനരഹിതമാണ് മനുഷ്യജന്മം. അപ്പം കാലമാകുന്ന സർപ്പത്തിൻ്റെ വായ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ സ്ഥിരതയില്ലാത്ത മനസ്സോടെ സുഖങ്ങൾ തേടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ സുഖങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യൻ ആ സുഖങ്ങൾ തേടിപ്പോകുമ്പോഴും അവൻ്റെ ജീവന് പോലും എത്ര കണ്ട് എന്തില്ല, ഒരു സ്ഥിരതയില്ല എന്ന് വ്യക്തമാണ്. അപ്പം നടന്ന് തളർന്നു വരുന്ന വഴിയാത്രക്കാരൻ വിശ്രമിക്കുന്നതിനായി വഴിയമ്പലങ്ങളിൽ ഒത്തുകൂടുന്നത് സ്വാഭാവികമാണ്. അൻപ് അധികം ഇല്ലമാണ് അമ്പലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതായത് വഴി നടന്നു പോകുമ്പോൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് അൻപ് ഇല്ലം അമ്പലം. ഇതാണ് അമ്പലമായി രൂപാന്തരപ്പെട്ടത്. അതുപോലെയും നദികളിൽ ഒഴുകി വരുന്ന തടികൾ പോലെയും സ്ഥിരതയില്ലാത്തതാണ് മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. അപ്പോൾ മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ സ്ഥിരതയുള്ളതല്ല, നശ്വരമാണ് എന്ന് ശ്രീരാമദേവൻ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഭാര്യ, പുത്രന്മാർ, ബന്ധുക്കൾ ഇവയൊക്കെ ഒന്നു ചേർന്നുള്ള ഒരു മനുഷ്യജീവിതവും ഇതുപോലെയാണ്. ഇതെല്ലാം നശ്വരമാണ്, ഇവയൊന്നും ശാശ്വതമല്ല. ഈ സൗഭാഗ്യങ്ങളെല്ലാം പെട്ടെന്ന് നശിക്കുന്നവയാണ്. അപ്പം ഐശ്വര്യവും യൗവനവും സൗഭാഗ്യവും എന്തിനേറെ ഈ ആയുസ് തന്നെയും എങ്ങനെയാണ് അല്പകാലത്തേക്കുള്ളതാണെന്ന് ലക്ഷ്മണ നീ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ രാഗദ്വേഷാദിയുള്ള ഈ ലൗകിക ജീവിതം ഒരു സ്വപ്നമാണ്. ഈ മായാമയമായ ജീവിതത്തിൽ ആണ്ടുപോകുന്നത് മൂഢത്വമാണ് എന്ന് നീ കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് ശ്രീരാമൻ ആരെ ഉപദേശിക്കുന്നു? ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി നിൽക്കുന്ന ഒരു കാര്യമല്ല, സമ്പത്ത് സ്ഥിരമായി നിൽക്കുകയില്ല. അതുപോലെ തന്നെയാണ് യൗവനവും.
യൗവനവും നമുക്ക് ശാശ്വതമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് യൗവനത്തിൽ നിന്നും മുന്നോട്ടുള്ള പോക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും വാർദ്ധക്യത്തിലേക്ക് എത്തുകയും പിന്നെ അത് മരണത്തിൽ കലാശിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ആകർഷണീയമായി തോന്നുന്നത് ഏതാണ്? ഭാര്യ ഭർത്തൃ ബന്ധമാണ്. എന്നാൽ അതും അല്പായുസാണ് എന്ന് നീ മനസ്സിലാക്കുക. അപ്പം കിനാവിന് തുല്യമായ ജീവിതമാണ് ഭാര്യ സുഖം എന്ന് പറയുന്നത്. ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ എന്തുകൂടി വേണം? ആയുസ് കൂടി വേണം. ആയുസ് കൂടി ഉണ്ടാകണം. ഈ ആയുസ് എങ്ങനെയാണ്? അല്പമാത്രമാണ്. ആകാശത്ത് മേഘങ്ങൾ നിരക്കുമ്പോൾ അതൊരു മനോഹര നഗരമാണല്ലോ എന്ന തോന്നൽ സ്വാഭാവികമായും ഉണ്ടാകുന്നു. അത് ഇല്ലാത്ത ഒരു ദൃശ്യം നമ്മെ വ്യാമോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കൂടി അത് നമ്മളുടെ മോഹമനസ്സിൽ ഉദിക്കുന്ന ഒരു ചിന്തയാണ്. അതുപോലെ ആസക്തികളെ അടിസ്ഥാനമില്ലാത്തവയാണ് എന്ന് നാം മനസ്സിലാക്കാതെ വിഡ്ഢികളായ മൂഢന്മാർ ഇതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, താമസിയാതെ തന്നെ അത് അസ്തമിക്കുകയും ചെയ്യുന്നു. ഒന്ന് ഉറങ്ങി ഉണരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സൂര്യൻ ഉദിച്ചു വരുന്നു. ഇങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നു. ബുദ്ധിഭ്രമം ബാധിച്ച മനുഷ്യൻ ഇതൊന്നും അറിയുന്നതേ ഇല്ല. അപ്പോൾ അതായത് മായയാകുന്ന സമുദ്രത്തിൽ ലൗകിക സുഖത്തെ മാത്രം ആഗ്രഹിച്ച് മുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ആയുസ് പോകുന്നത് അറിയുന്നത് പോലും ഇല്ല. അതുകൊണ്ടാണ് ജരാനരകൾ ബാധിച്ച് ഈ വാർദ്ധക്യത്തിലും ആഗ്രഹം തീരാതെ മനുഷ്യൻ മതി തേടി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭൗതിക ജീവിതത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മായാവൈഭവത്തെ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സാരം. അപ്പം ചൂളയ്ക്ക് വയ്ക്കാത്ത അഥവാ പച്ച മൺകുടത്തിൽ നിറച്ചു വച്ച വെള്ളം ചോർന്നു പോകുന്നത് സ്വാഭാവികമാണ്. അപ്പം ഒരു മൺകുടത്തെ അത് നിർമ്മിച്ച ശേഷം ചൂളയ്ക്ക് വയ്ക്കും. ചൂളയ്ക്ക് വയ്ക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഉറപ്പിന് വേണ്ടിയാണ്. അങ്ങനെ ഉറപ്പിന് വേണ്ടി ചൂളയ്ക്ക് വയ്ക്കാത്ത ഒരു മൺപാത്രം വെള്ളം നിറച്ച് വെച്ചാൽ എന്ത് ചെയ്യും? ആ വെള്ളം ഒലിച്ചു പോകും. കാര്യം മൺപാത്രത്തിനുള്ളിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലെയാണ് ആയുസ്സും ഇത്തരത്തിൽ ചോർന്നു പോകുന്നു. എന്നാൽ ഇങ്ങനെ ആയുർദൈർഘ്യം ചോർന്നു പോകുന്നത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് കഷ്ടം. ഇത് മനസ്സിലാക്കേണ്ടത് കാലസ്വരൂപനായ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് കവി വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പം പെൺപുലി ഇരയുടെ മേൽ ചാടി വീഴുന്നത് പോലെ ഏതൊരു വ്യക്തിയുടെയും ശരീരത്തെ രോഗങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നു. അത് സ്വാഭാവികമാണ്. അവന് ജരാനരകൾ ബാധിക്കുന്നതും സ്വാഭാവികമാണ്. മരണം എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക ലക്ഷ്മണ, നീ മനസ്സിലാക്കുക. ആളുകൾ അവരുടെ ശരീരത്തെ ചൊല്ലി അഹങ്കരിക്കുകയാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നത്. അപ്പം ജീവിച്ചിരിക്കുന്നവർ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്ന് ഊറ്റം കൊള്ളുന്നത് സ്വാഭാവികമാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ജീവിത വ്യാമോഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാനാണ് ഉത്കൃഷ്ടൻ എന്നുള്ള ഒരു അഹംബോധം മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മോഹം ഉണ്ടാകുന്നത്. എന്നാൽ ശരീരം ജഡമാകുമ്പോഴോ അത് ജന്തുക്കൾക്ക് ഭക്ഷണമായി തീർന്നേക്കാം. ചിലപ്പോൾ ചാമ്പലായി പോകാം, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് പുഴുക്കൾക്ക് ആഹാരമായി തീരാം. അപ്പോൾ ഇത്രയും നിസാരമായ ഈ ശരീരത്തെ കരുതി ഇത്രയും ഊറ്റം കൊള്ളുന്നത് എന്തിനാണ് എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് തിരക്കുന്നു. അതായത് പഞ്ചഭൂതങ്ങളിലാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. തൊലി, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ശുക്ലം എന്നിവയുടെ ചേരുവയാണ് ശരീരം.
അപ്പോൾ ഇത് മായാമയമായി രൂപാന്തരം പ്രാപിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ശരീരത്തെക്കുറിച്ച് അമിത അഭിനിവേശം, അമിത ആഗ്രഹം, അമിത അഭിനിവേശം, അഭിമാനം തോന്നി ഈ ലോകത്തെ ദഹിപ്പിക്കാം എന്ന് മനസ്സിൽ കരുതിയത് നിന്റെ അറിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ലക്ഷ്മണ നീ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ദേഹത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർക്ക് കോപം കൊണ്ട് ആണ് ദോഷമുണ്ടാകുന്നത്. അപ്പം ദേഹം എന്ന ചിന്ത മനുഷ്യർക്ക് കോപത്തെ ജനിപ്പിക്കുന്ന അവിദ്യയായി തീരുന്നു. ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധമാണ് ബോധത്തെ ഇല്ലാതാക്കുന്ന വിദ്യ. ഈ സംസാരവും അവിദ്യയുടെ ഭാഗമാണ്. അപ്പം വിദ്യ സംസാരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. വിദ്യ ഉള്ളവൻ എന്തു ചെയ്യും? സംസാരത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് മോക്ഷം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏകാഗ്രതയോടെ വിദ്യ നേടണം എന്ന് ശ്രീരാമദേവൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. അപ്പം വിദ്യ നേടുന്നതിന് കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയിട്ടുള്ളവയെ ഒഴിവാക്കേണ്ട കാര്യമുണ്ട്. അത് ആവശ്യമാണ്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? അവ വിദ്യയുടെ ശത്രുക്കളാണ്. അതിൽ തന്നെ ഏറ്റവും ദോഷമായത് ഏതാണ്? ക്രോധമാണ്. അപ്പം മാതാവിനെയും പിതാവിനെയും സഹോദരനെയും സുഹൃത്തിനെയും ഭാര്യയെയും ഒക്കെ മനുഷ്യൻ കൊന്നു തള്ളുന്നു. അപ്പോൾ അതിന് കാരണം എന്താ? ക്രോധമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന ക്രോധം മനോവിഷമത്തിനും കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മനുഷ്യർക്ക് ലൗകിക ബന്ധമുണ്ടാകുന്നതും ക്രോധത്തിൽ നിന്നുമാണ്. അപ്പം പ്രവൃത്തി ദോഷത്തിന് കൂടി കാരണമാകുന്ന ക്രോധം ആരാണ്? കാലനാണ്. അതിനാലാണ് ക്രോധം ഉപേക്ഷിക്കണമെന്ന് വിദ്വാൻമാർ പറയുന്നത്. ക്രോധത്തെ ഉപേക്ഷിക്കണം എന്ന് വിദ്വാൻമാർ പറയുന്നതിൻ്റെ കാര്യം ക്രോധം പ്രവൃത്തി ദോഷത്തെ വരുത്തി തീർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ക്രോധമാകുന്ന വൈതരണി നദി നീന്തിക്കടന്ന് നന്ദനോദ്യാനമായ മനഃശാന്തി നേടണം എന്ന് ശ്രീരാമദേവൻ അരുളി ചെയ്യുന്നു. അപ്പം മനഃശാന്തി കാമധേനുവാണ്. അതിനാൽ നീ ശാന്തി നേടുക. അങ്ങനെയെങ്കിൽ ദുഃഖമുണ്ടാവുകയില്ല. അപ്പോൾ ഈ വൈതരണി നദി നീന്തി കിടക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. ഈ വൈതരണി നദി നീന്തി കടന്നെങ്കിൽ മാത്രമേ ക്രോധമാകുന്ന നാശത്തെ ഇല്ലായ്മ ചെയ്ത് സായുജ്യമടയുവാനും സ്വർഗലോകത്തെ പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആത്മാവെന്നാൽ ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി എന്നിവയ്ക്ക് മീതെ നിൽക്കുന്ന ഒന്നാണ്. അപ്പം സ്വയം പ്രകാശിതനും ആനന്ദവാനും നിർഭയനും നിർവികാരനും സർവജഗത്മയനും സർവജ്ഞനുമാണ് ആരാ? നീ. അപ്പം അങ്ങനെയുള്ള നീ ഒരു കാര്യം കേൾക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് ആ കാര്യം? ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖവും ദുഃഖവും പ്രാരാബ്ധവും എല്ലാം നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അപ്പം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കടമകളെയെല്ലാം നാം എന്തു ചെയ്യണം? അനുഷ്ഠിക്കണം. ഒന്നിനും ആസക്തി ഉണ്ടാകാതെ, കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ പരമാത്മാവിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ ആത്മാവിനോട് കർമ്മങ്ങൾക്ക് ബന്ധം ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ അഭിമാനം ഉപേക്ഷിച്ച് സന്തോഷത്തോടെ മായാമോഹങ്ങളെ മനസ്സിൽ നിന്നും കളയുക. മിഥ്യാധാരണയായ മാനമാണ് എല്ലാ ആപത്തുകൾക്കും കാരണം. അതായത് മിഥ്യാബോധം മനസ്സിൽ ഉദിക്കുമ്പോഴാണ് ആപത്തുകൾ പൊതുവെ രൂപപ്പെടുന്നത് എന്ന് സാരം. ലക്ഷ്മണനെ ഇപ്രകാരം ഉപദേശിച്ച ശേഷം ശ്രീരാമദേവൻ കൗസല്യാദേവിയോടായി ഇപ്രകാരം പറഞ്ഞു. എന്താണ്? അമ്മേ, വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. ആത്മാവിനെ അറിയാത്തവരെ പോലെ ആത്മാവിനെ പീഡിപ്പിക്കേണ്ട കാര്യമില്ല. അതായത് പീഡിപ്പിക്കരുത്. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ലോകത്ത് എല്ലാ മനുഷ്യർക്കും എല്ലായ്പ്പോഴും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുമോ? ഇല്ല.
അപ്പം 14 വർഷം വനവാസം കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഭർത്താവിൻ്റെ പ്രവർത്തികളെ അനുകരിക്കലാണ് ഭാര്യയുടെ കടമ എന്നത് അമ്മയ്ക്ക് ബോധ്യമുള്ളതാണ്. അതായത് പാതിവൃത്യനിഷ്ഠ. അതിനാൽ ഒന്നുകൊണ്ടും വിഷമിക്കാതെ എനിക്ക് വനവാസത്തിനുള്ള അനുവാദം തരണം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കാനനവാസം എനിക്ക് ക്ലേശകരമാവുകയില്ല എന്ന് ശ്രീരാമദേവൻ അറിയിക്കുന്നു. അപ്പോൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ മാതാവിൻ്റെ കാൽക്കൽ നമസ്കാരം ചെയ്യുകയാണ്. അപ്പം പ്രാർത്ഥിക്കുവാൻ മാത്രമേ അമ്മയ്ക്ക് അപ്പോൾ സാധ്യമാകുന്നുള്ളൂ. അവർ പ്രാർത്ഥിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ദേവേന്ദ്രനെയും അഷ്ടദിക്പാലകന്മാരെയും ദുർഗാദേവിയെയും എല്ലാം, അതുപോലെ തന്നെ മറ്റു ദേവന്മാരെയും എല്ലാം പേര് ചൊല്ലി വിളിച്ച് ആ മാതാവ് പ്രാർത്ഥിച്ചു. തൻ്റെ മകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. കണ്ണുനീര് ഒഴുക്കുന്നു. അപ്പം വാത്സല്യത്തോടെ മകനെ ശിരസിൽ കൈവച്ച് അപ്പോൾ ആ മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം അനുവാദം കൊടുത്തു. അപ്പോൾ ഇടറിയ സ്വരത്തോടെ ലക്ഷ്മണൻ അറിയിക്കുന്നു. എന്താണ് അറിയിച്ചത്? അങ്ങയുടെ വാക്കുകൾ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു. ഒരു കാര്യം അങ്ങ് എനിക്ക് അനുവദിച്ചു തരണം. എന്താണ് അത്? വനവാസത്തിന് അങ്ങ് എന്നെയും കൂട്ടണം. ഇത് കേട്ട് ശ്രീരാമദേവൻ നീ കൂടി പോന്നുള്ളൂ എന്ന് അനുവാദം കൊടുത്തു. അപ്പം ശ്രീരാമചന്ദ്രൻ നേരെ പോയത്, അത് കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ നേരെ പോയത് എവിടേക്കാണ്? സീതാദേവിയുടെ അടുത്തേക്കാണ്. അപ്പം ഭർത്താവിനെ കണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സീതാദേവി എഴുന്നേറ്റു. ആചാരമര്യാദകളോടെ ഭർത്താവിൻ്റെ കാലുകൾ സ്വർണപാത്രത്തിൽ നിറച്ച ജലം കൊണ്ട് കഴുകി. രാജ്യാഭിഷേകം നിശ്ചയിച്ച അന്നേ ദിവസം അകമ്പടി ഒന്നും കൂടാതെ ആർഭാടമൊന്നുമില്ലാതെ വന്നെത്തിയ ശ്രീരാമചന്ദ്രനോട് സീതാദേവി ലജ്ജാവതിയായി തിരക്കുന്നു. എന്താണ് തിരക്കുന്നത്? അകമ്പടിയില്ലാതെ അങ്ങ് എഴുന്നള്ളിയതെന്തേ? അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നല്ലോ. ആ നാൽക്കൊമ്പൻ എവിടെ? അഭിഷേകത്തിന് കരുതിയിരുന്ന നാൽക്കൊമ്പൻ എവിടെ? കൊറ്റ കുടകളും താലവൃന്ദങ്ങളും വാദ്യഘോഷങ്ങളും അകമ്പടിക്കാരും എവിടെയാണ് എന്ന് ഉത്കണ്ഠയോടെ സീതാദേവി തിരക്കുന്നു. അത് കേട്ട് ശ്രീരാമചന്ദ്രൻ ശാന്തനായി അറിയിച്ചു, എടോ, എനിക്ക് ദണ്ഡക വനമാണ് അച്ഛൻ തന്നിരിക്കുന്നത്. ഈ രാജ്യം ഭരിക്കുവാൻ രാജ്യം ഭരിക്കുവാൻ ഞാൻ പോവുകയാണ്. ഏത് രാജ്യം? ദണ്ഡകവനം ഭരിക്കുവാൻ ഞാൻ പോവുകയാണ്. അതായത് ഞാൻ കാനനവാസത്തിന് പോവുകയാണ്. അതിനാൽ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് നീ ഇവിടെ വസിക്കുക. ഇത് കേട്ട്, ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് സീതാദേവി ഭർത്താവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? രാത്രിയിൽ പോലും പിരിഞ്ഞിരിക്കുവാൻ പറ്റാത്ത വിധം സ്നേഹമായിരുന്നുവല്ലോ അച്ഛന് അങ്ങയോട്. ഇപ്പോൾ വനരാജ്യം തരുവാനുള്ള കാരണം എന്താണ്? ഇത് കേട്ട് ശ്രീരാമൻ അറിയിക്കുന്നു. സുന്ദരി, കേട്ടുകൊള്ളുക. മഹാരാജാവ് പണ്ട് സുരാസുര യുദ്ധത്തിൽ കൈകേയി അമ്മയ്ക്ക് 2 വരങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ആ വരങ്ങൾ കൈകേയി അമ്മ ആവശ്യപ്പെട്ടു. ആ വരങ്ങൾ ഏതൊക്കെയാണ്? ഭരതനെ രാജാവായി വാഴിക്കണമെന്നും എന്നെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നുമാണ് അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സത്യലംഘനം ഉണ്ടാകാതിരിക്കുവാൻ അച്ഛൻ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ വനവാസത്തിന് പോകുന്നു. 14 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങിയെത്തും. അപ്പം മുടക്കമൊന്നും പറയരുത്. അതുവരെ നീ അമ്മയോടൊപ്പം ഇവിടെ വസിക്കുക എന്ന് സീതാദേവിയോട് ലക്ഷ്മണൻ അറിയിക്കുന്നു. ഇത് കേട്ട് സീതാദേവി മറുപടി പറയുന്നു. എന്താണ്? എന്നെ പിരിഞ്ഞിരിക്കുന്നത് ഒരു വിധത്തിലും അങ്ങയ്ക്ക് യോജിക്കുന്ന കാര്യമല്ല. അതിനാൽ വനവാസത്തിന് പോകുമ്പോൾ ഞാൻ മുൻപേ നടക്കും.
അങ്ങ് എൻ്റെ പിന്നാലെ എഴുന്നള്ളിയാൽ മതി എന്ന് അറിയിക്കുകയാണ്. അപ്പം സൗമ്യഭാവത്തിൽ സീതാദേവി ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനങ്ങളിലേക്ക് ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്? അവിടെ സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത് തുടങ്ങിയ ഘോര ജീവികളും മനുഷ്യനെ പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാരുമാണ് ഉള്ളത്. അതുകൂടാതെ അസംഖ്യം ദുഷ്ടജീവികളും. ഇവയെയൊക്കെ കണ്ടാൽ നിനക്ക് പേടിയാകും. സ്ത്രീകൾക്ക് പൊതുവെ പേടി കൂടുതലാണല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ വീണ്ടും തുടർന്നു. കൊട്ടാരത്തിൽ ഉള്ളതുപോലെ രുചികരമായ ആഹാരം അവിടെ കിട്ടുകയില്ല, വനത്തിൽ കിട്ടുകയില്ല. കയ്പും പുളിവും ചവർപ്പും ഉള്ള കായ്കനികളും കിഴങ്ങുകളുമാണ് അവിടെ ആഹാരം. കുന്നുകളും മലകളും ഇറക്കങ്ങളും ഗുഹകളുമുള്ള അവിടെ ചരൽക്കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളാണ് ആകെ ഉള്ളത്. നല്ല വഴി ചോദിച്ചറിയുവാൻ അവിടെ മറ്റാരുമേ ഇല്ല. തണുപ്പും വെയിലും കാറ്റുമേറ്റ് കാൽനടയായി യാത്ര ചെയ്തു മാത്രമേ അവിടെ കഴിഞ്ഞുകൂടുവാൻ സാധ്യമാവുകയുള്ളൂ. രാക്ഷസന്മാരുടെ ശല്യവും സഹിക്കുന്നതിനും അപ്പുറത്ത് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. വനവാസം കഴിഞ്ഞ് ഞാൻ തിരികെ വരുന്നതുവരെ നീ അമ്മയെയും ശുശ്രൂഷിച്ച് ഇവിടെ കഴിയുക. അപ്പോൾ ഇത് കേട്ട് സീതാദേവി വ്യസനസമേതം അറിയിക്കുന്നു. എന്താണ്? നാഥ, ഞാൻ പതിവ്രതയായ ധർമ്മഭക്തിയാണ്. അപ്പം എനിക്ക് തുണയായിട്ട് മറ്റാരും ഇല്ല. ഭർത്തൃ ശുശ്രൂഷ എൻ്റെ വ്രതമാണ്. അങ്ങ് അതിന് മുടക്കം വരുത്തരുത്. അങ്ങയുടെ കൂടെ വസിക്കുന്ന എന്നെ മറ്റാർക്കാണ് പീഡിപ്പിക്കുവാൻ സാധിക്കുന്നത്? അങ്ങ് ഭക്ഷിക്കുന്നതിൻ്റെ ബാക്കി എനിക്ക് അമൃതാണ്. അങ്ങ് കൂടെയുള്ളപ്പോൾ കല്ലും മുള്ളുകളും എനിക്ക് പൂമെത്തകളായാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് മറ്റൊന്നിനെയും ഭയമില്ല. അങ്ങനെ അങ്ങയോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നിനെയും ഭയമില്ല. ഞാനായിട്ട് അങ്ങയ്ക്ക് ഒരു ആപത്തും വരുത്തുകയില്ല. അതിനാൽ അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് സീതാദേവി അഭ്യർത്ഥിച്ചു. അപ്പം ഇത് മാത്രമല്ല, ഭവതിക്ക് ഭർത്താവിനോടൊത്ത് വനവാസത്തിന് അവസരമുണ്ടാകും എന്ന് ഒരു ബ്രാഹ്മണ ജ്യോതിഷിയായ പണ്ഡിതൻ എന്നോട് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യവും സീതാദേവി അറിയിക്കുന്നു. അപ്പം അത് ഇപ്പോൾ സത്യമാവുകയാണ്. പല രാമായണ കഥകൾ കവികൾ ചൊല്ലിപ്പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം രഘുവരനോട് ഒത്ത് ജാനകി വനവാസത്തിന് പോകുന്നതായാണ് അതിലെല്ലാം ആ രാമായണ കഥകളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും. രാമായണത്തെപ്പറ്റി അധ്യാത്മ രാമായണത്തിൽ പരാമർശിക്കുകയാണ് ഇവിടെ. അപ്പം ഈ കൃതി രചിക്കുന്നതിന് മുൻപ് തന്നെ പല രാമായണങ്ങൾ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഒരു സമർത്ഥനവും കൂടിയാണ് രാമായണ കഥയുടെ സാരാംശം അധ്യാത്മ രാമായണത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭാര്യാഭർത്താക്കന്മാർ ഒരിക്കലും വേർപിരിയരുത് എന്ന് വിവാഹവേളയിൽ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം കൂടി അങ്ങ് മറന്നുപോയതെന്തേ എന്ന് സീതാദേവി ശ്രീരാമനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് വനവാസത്തിന് പോവുകയാണെങ്കിൽ പ്രാണത്യാഗം ചെയ്യുകയല്ലാതെ എനിക്ക് മറ്റ് ഒരു മാർഗവുമില്ല. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് സീതാദേവി ശ്രീരാമദേവനോട് അപേക്ഷിച്ചു. അതിൻ്റെ പേരിൽ സങ്കടമുണ്ടാകേണ്ട, കൂടെ പൊയ്ക്കൊള്ളൂ, കൂടെ വന്നുകൊള്ളൂ എന്ന് എല്ലാം അറിയാവുന്നവനായ ശ്രീരാമദേവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ആരെ അറിയിക്കുന്നു? സീതാദേവിയെ അറിയിച്ചു. ഓക്കെ. തുടർന്ന് ബ്രാഹ്മണർക്കും അമ്മയുടെ സേവകന്മാർക്കും വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കൾ, പണം എന്നിവ യഥേഷ്ടമായി ദാനം ചെയ്തു. ആര്? ശ്രീരാമദേവൻ. ശ്രീരാമൻ്റെ നിർദ്ദേശാനുസരണം സീതാദേവി
തൻ്റെ ആഭരണങ്ങൾ ആർക്ക് കൊടുക്കുന്നു? വസിഷ്ഠപത്നിയുടെ ഭാര്യയായ അരുന്ധതി ദേവിക്ക് ദാനമായി കൊടുക്കുന്നു. അപ്പോൾ പുറപ്പെടുന്നതിന് മുൻപായി ലക്ഷ്മണൻ സുമിത്ര മാതാവിനെ കൗസല്യാദേവിയുടെ കൈകളിൽ സമർപ്പിക്കുന്നുണ്ട്. അപ്പം പുത്രവിയോഗത്തെ ഉള്ളിലൊതുക്കി സുമിത്ര പുത്രനെ ഉപദേശിക്കുന്നു. എന്താണ് ഉപദേശിക്കുന്നത്? യാത്ര വനത്തിലേക്കാണ്, ജ്യേഷ്ഠനോടൊപ്പമല്ല, ജ്യേഷ്ഠൻ്റെ മുൻപിൽ നീ നടക്കണം. അപ്പം രാമനെ ദശരഥനെപ്പോലെയും സീതയെ എന്നെപ്പോലെയും നീ കണക്കാക്കണം, നീ കാണണം. അവൻ കാനനത്തെ അയോധ്യയായും നീ കാണുക, സുഖമായി പോയി വരിക. അപ്പോൾ അമ്മയുടെ വാക്കുകൾ വഹിച്ച് ലക്ഷ്മണൻ വില്ലും അമ്പുമെടുത്ത് ശ്രീരാമനെ വണങ്ങി. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം പിതൃവന്ദനത്തിനായി ദശരഥ മഹാരാജാവിൻ്റെ ഗൃഹത്തിലേക്ക് കടന്നു. അപ്പം അവരെ വിട്ടൊഴിയുന്നതിൽ ജനങ്ങൾ അതീവ ദുഃഖിതരായാണ് കാണപ്പെട്ടത്. ഓക്കെ, അപ്പം നമുക്ക് ലക്ഷ്മണോപദേശം ഇവിടെ തീരുകയാണ്. അടുത്തത് സീതാരാമ തത്വത്തെയാണ് കവി വിവരിക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.